ലൈഫിലെ ചെറിയ ചെറിയ മൊമെന്റ്സ് ഒക്കെ ക്യാപ്ചർ ചെയ്യുന്നതും ഡോക്യുമെന്റ് ചെയ്യുന്നതും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഡിസംബർ 31 2024 അവസാനിക്കുമ്പോൾ എൻ്റെ ഒരു ദിവസം എങ്ങനെയായിരുന്നു എന്നുള്ളത് ഡോക്യുമെന്റ് ചെയ്ത് വെക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. എവറി എൻഡിങ് ഡിസേർവ്സ് ടു ബി ചെറിഷ്ഡ്. ഏതൊരു ദിവസത്തെയും പോലെ ഒരു സാധാരണ ദിവസം പോലെ തന്നെയാണ് 2024 അവസാന ദിവസം കടന്നുപോയത്. ന്യൂ ഇയറിന് 1-2 ദിവസം മുന്നെയാണ് ഞങ്ങൾ ഏട്ടൻ്റെ വീട്ടിലേക്ക് വന്നത്. ഇത്തവണ ന്യൂ ഇയർ ഇവിടെ കൂടാന്ന് കരുതി. ന്യൂ ഇയർ എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടോ എനിക്കൊരു ആങ്സൈറ്റിയാണ് പൊതുവെ തോന്നാറ്. ഒരു വർഷം എൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ വർഷത്തിനോട് ഒരു 12 മാസത്തിൻ്റെ അടുപ്പമുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ആ തീരാൻ പോകുന്ന വർഷം എനിക്കൊരു കംഫർട്ട് സോണായിട്ടും വരാൻ പോകുന്ന വർഷം കുറേ അൺസർട്ടൻ ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നത് പോലെ തോന്നുന്നത് കൊണ്ടാവാം ഈ ആങ്സൈറ്റി എനിക്ക് വരുന്നത്. 2024 പ്രഭാതത്തിലുള്ള അവസാനത്തെ ചായ ദാ ഏട്ടൻ്റെ കയ്യിലേക്ക് ഞാൻ ഹാൻഡ് ഓവർ ചെയ്യുന്നു. ക്രിസ്മസ് വെക്കേഷൻ കഴിഞ്ഞ് സ്കൂളിൽ പോവാൻ ആരുടെ നല്ല മടിയായിരുന്നു. പോവാതിരിക്കാനുള്ള പരിപാടിയെല്ലാം ഇന്നലെയും ഇന്നും മാക്സിമം ആൾ നോക്കിയിട്ടുണ്ട്. അടവുകളൊന്നും നടക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ഫൈനലി ആൾ സ്കൂളിൽ പോവാനായിട്ട് എഗ്രി ചെയ്തിരുന്നു. പക്ഷേ 2 ദിവസം ഓരോ ഡിമാൻഡുകളായിരുന്നു. ആദ്യത്തെ ദിവസം അച്ഛൻ സ്കൂളിൽ കൊണ്ടാക്കണം, രണ്ടാമത്തെ ദിവസം ചാച്ചൻ സ്കൂളിൽ കൊണ്ടാക്കണം. എന്ത്? ഞാൻ ആദ്യം പറഞ്ഞൊരു ആങ്സൈറ്റി ഉണ്ടല്ലോ, ആ ആങ്സൈറ്റി കമ്പാരിറ്റീവ്ലി ഈ വർഷം എനിക്ക് കുറവായിരുന്നു. അതിന് ഇവിടെ വന്നതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. പൊതുവെ എൻ്റെ നാട്ടിലുള്ളതിനേക്കാളും ന്യൂ ഇയറിലെ ആഘോഷങ്ങൾ ഇങ്ങോട്ടേക്ക് കുറവാണെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഇത് മറ്റൊരു സാധാ ദിവസം പോലെയാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ ദേ ടാറ്റാ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ആരും ആദ്യം സ്കൂളിൽ പോകാൻ പോവാണ്. കുട്ടപ്പന്മാർ രണ്ടുപേരും സ്കൂളിൽ പോയ സ്ഥിതിക്ക് ഇനിയൊരു 3:15-3:30 വീടൊന്ന് ഉറങ്ങി എണീക്കാനായിട്ട്. ആദ്യം ആ ഒരു സ്കൂളിൽ പോയതിന് ശേഷം വീട്ടിലെ ചെറിയ ഒതുക്കലും പെറുക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ മെല്ലെ വർക്കിനായിട്ടിരുന്നു. സൈഡിൽ ടി വി കണ്ടുകൊണ്ട് ഞാൻ പോസ്റ്റർ എഡിറ്റിങ്ങും പരിപാടികളൊക്കെ നടത്തി. പിന്നെ ഇന്ന് എനിക്ക് ആകെ ഒരേ ഒരു സെഷനേ ഉണ്ടായിരുന്നുള്ളൂ, അത് ഓൺലൈനായിട്ട്. ഇടയ്ക്ക് വെച്ചപ്പോഴോ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന കാര്യം ഞാൻ അങ്ങ് കംപ്ലീറ്റ്ലി മറന്നു പോയിട്ടുണ്ടായിരുന്നു. വൈകുന്നേരമായപ്പോൾ ഞങ്ങൾ സുരേഷങ്ങളുടെ വീട് വരെ പോയിട്ടുണ്ടായിരുന്നു. സുരേഷങ്ങളെന്ന് പറഞ്ഞാൽ ഏട്ടൻ്റെ അമ്മാവനാണ് കേട്ടോ. ഇന്ന് രാത്രി ന്യൂ ഇയർ ആഘോഷിക്കാൻ കൊല്ലത്ത് ബീച്ചിൽ പോയാലോ എന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നെങ്കിലും റിവ്യൂ ചോദിച്ചവരാരും അത്ര നല്ല അഭിപ്രായം പറയാതിരുന്നത് കൊണ്ട് തന്നെ നമ്മൾ ആ പ്ലാൻ അങ്ങ് നൈസായിട്ട് ഡ്രോപ്പ് ചെയ്തു. പിന്നെ ഇവിടെ പോകാൻ പറ്റിയ സ്ഥലമൊന്നും കാര്യമായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ നമ്മൾ വെറുതെ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഓടിച്ച് ഡീസൽ മേടിച്ച് തിരിച്ച് നേരെ വീട്ടിലേക്ക് പോവുകയാണ് ചെയ്തത്. ന്യൂ ഇയർ ആയിട്ട് ഈ റോഡിന്റെ ഇരുവശമുള്ള വീടുകളിലൊന്നും വെട്ടവും വെളിച്ചവും ഒന്നും കാണുന്നില്ല. എല്ലാവരും ഇനി എവിടെയെങ്കിലും പോയതാണോ അതോ നേരത്തെ കിടന്ന് ഉറങ്ങിയതാണോ എന്ന് എനിക്കറിയില്ല. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ ചെറിയ പടക്കം പൊട്ടിക്കലൊക്കെ കണ്ടതല്ലാതെ വലിയൊരു ആഘോഷം ഇവിടെ എവിടെയും കണ്ടില്ല. അങ്ങനെ ദേ ന്യൂ ഇയർ ആകാൻ 5 മിനിറ്റ് മുന്നേ നമ്മളിതാ വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങാൻ കേട്ടോ. എവിടെയാണെങ്കിലും വർഷങ്ങളായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, ന്യൂ ഇയർ ആകുമ്പോൾ ചുമ്മാ ആകാശത്തേക്ക് നോക്കി നിൽക്കും. അങ്ങനെ ദാ ഇത്രയും ലളിതമായിട്ടാണ് ഞാൻ എൻ്റെ 2025 വരവേറ്റത്. കുറച്ച് ദൂരെ എവിടെയോ ഫയർ വർക്സിൻ്റെ ശബ്ദം എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. സോ ഇങ്ങനെയാണ് എൻ്റെ 2024 അവസാന ദിവസം കടന്നു പോയത്. മെമ്മറീസ് ഡോണ്ട് ഹാവ് എനി ഡെഡ് ലൈൻസ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ഇത് കുറച്ച് വൈകിയാണെങ്കിലും ഞാൻ പോസ്റ്റ് ചെയ്യുന്നു.